ഒരാൾ മനഃപൂർവ്വം ചീത്തപ്പേര് വാങ്ങിച്ചു കൂട്ടാൻ ഇറങ്ങി തിരിച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല എന്നതാണ് ശരി. രേണു എന്ന വ്യക്തിയെ ലോകം അറിയുന്നത് മിമിക്രി നടൻ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടാണ്. ജനങ്ങൾക്കിടയിൽ അത്രയ്ക്ക് സ്വീകാര്യനായ ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ആർക്കായാലും സഹിക്കില്ല. അങ്ങനെ കൊല്ലം സുധി പെട്ടെന്ന് മരണപ്പെട്ടു പോയപ്പോൾ മലയാളികൾ ഒന്നടങ്കം സുധിക്ക് വേണ്ടിയും സുധിയുടെ കുടുംബത്തിന് വേണ്ടിയും കരഞ്ഞു. അന്നു മുതൽ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് സുധിയുടെ ഭാര്യ സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടായി കൊടുത്ത വാർത്തകൾക്ക് കയ്യും കണക്കുമില്ല. പതിയെ എല്ലാവർക്കും അത് മടുത്തു എന്നായപ്പോൾ ജീവിക്കാൻ വേണ്ടി എന്ന ന്യായത്തിന് രേണു പുതിയ വേഷം കെട്ടലുകളുമായി സോഷ്യൽ മീഡിയയ്ക്ക് മുൻപിലേക്ക് വീണ്ടും എത്തുകയായിരുന്നു. ഓരോ അവസരത്തിലും ഓരോ ടൈപ്പ് വേഷങ്ങളായിരുന്നു രേണുവിനുണ്ടായിരുന്നത്. അതോടുകൂടി സോഷ്യൽ മീഡിയ രേണുവിനെ പടിക്ക് പുറത്തു നിർത്തുകയായിരുന്നു. ആളുകൾക്കൊപ്പം ഇഴുകിച്ചേർന്നും അല്പവസ്ത്രധാരിയായും രേണു നന്നായിട്ട് തന്നെ അവസരം മുതലെടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. അവസാനമായിട്ട് വിഷുവിന് രേണു നടത്തിയ ഫോട്ടോഷൂട്ടാണ് വിവാദമായത്. ഇപ്പോൾ രേണുവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് മറ്റാരുമല്ല, സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷാണ്. വിധവയായ ഒരേ ഒരു സ്ത്രീ രേണു മാത്രമല്ലെന്നും ദയവായി തങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കൂ എന്നും നിങ്ങളുടെ മണ്ടത്തരം വിൽക്കരുതെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. ഇതാണോ 2025 പുതിയ വിഷു? ദയവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആൺകുട്ടികൾ അങ്ങനെ പറയുന്നു. എന്റെ പൊക്കിൽ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന് കഷ്ടം. വിധവയോ വിവാഹമോചിതയോ ആയ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ മണ്ടത്തരം വിൽക്കരുത്. ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല. സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. സ്വപ്നയെ പിന്തുണച്ചും എതിർത്തും കമന്റുകളുണ്ട്. സ്വപ്ന പറഞ്ഞത് ശരിയാണ് എന്താണ് രേണു കാട്ടിക്കൂട്ടുന്നത് എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ തന്റെ വിഷമങ്ങളിൽ നിന്നും ആശ്വാസത്തിന് വേണ്ടിയായിരിക്കാം രേണു മോഡലിംഗ് ഒക്കെ ചെയ്യുന്നത് എന്നാണ് ഒരു ഭാഗം പറയുന്നത്. രേണുവിനെതിരെ ഇതിനു മുൻപും സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. രേണു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഫോട്ടോസിന് താഴെ മോശം കമന്റുകളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. രേണു സുധി എന്നുള്ള പേര് മാറ്റി രേണു എന്ന് മാത്രമാക്ക്, സുധി എന്ന് കൂട്ടിച്ചേർക്കാൻ പോലും അർഹതയില്ലാതെയായി പോയി രേണു നിനക്ക്. പലതരത്തിലുള്ള പേക്കൂത്തുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വല്ലാത്ത പേക്കൂത്താണ്. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഇല്ല. ഇതിന്റെ പേരിൽ ഇനി കമന്റ് നിങ്ങളാണോ ചെലവിന് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു വരും. ചിലവിന് കൊടുത്തില്ലെങ്കിലും ഇൻസ്റ്റ തുറന്ന പാടെ കിടക്കല്ലേ ഈ റീൽസ്. ഇതാണോ വിഷുവിന് കണി കാണേണ്ടത്? ഫോൺ തുറന്നാൽ ഇവൾ മാത്രമേ ഉള്ളൂ. സാരിയൊക്കെ ഇട്ട് മുല്ലപ്പൂ ഒക്കെ ചൂടി ആരേലും കാണാമെന്ന് വിചാരിച്ച് ഫോൺ തുറന്നപ്പോൾ കണ്ടത് ഇത് മീശ മാധവനിലെ താടി വെച്ച കൃഷ്ണനെ കണ്ട പോലെ. ഇതൊക്കെ കണ്ടിട്ട് ഒരു വർഷം നശിച്ചു എന്റെ രേണു. ഇന്നെങ്കിലും പറയിപ്പിക്കാതെ നല്ല കേരള സുന്ദരിയായിട്ട് പ്രത്യക്ഷപ്പെട്ടൂടെ എന്നിങ്ങനെ പോകുന്നു കമന്റ്. അതേസമയം രേണുവിനെ പിന്തുണച്ചും കമന്റുകളുണ്ട്. രേണുവിനെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് ചോദ്യം. കഷ്ടം, എല്ലാരും എന്തിനാ ഇത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്? അവർ തിരഞ്ഞെടുത്ത വഴി അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അവർ തന്നെയല്ലേ അനുഭവിക്കുന്നത്. ടെൻഷൻ അടിച്ച് ചാവാതെ മക്കളെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ.